എറണാകുളം കോതമംഗലം കോട്ടപ്പടി വാവേലിയിൽ കാട്ടാന ആക്രമണം. ഇന്ന് പുലർച്ചെയാണ് പ്രദേശവാസിയായ അനീഷിന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. വീടിന്റെ ജനാലകൾ തകർത്തു. പ്രദേശത്ത് വ്യാപക കൃഷിനാശവും ഉണ്ടാക്കി. പ്രശ്നക്കാരനായിട്ടുള്ള ആനയാണ് ഈ മുരിവാലനാന. അത് സാർമാർ ഉൾപ്പെടെ എല്ലാവരും അതിനെ ലൊക്കേറ്റ് ചെയ്യും, അതിനെ ഇവിടുന്ന് മാറ്റാനുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ ആ ആനയെ മാറ്റാനോ ഒന്നുള്ളൊരു കാര്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. സന്ധ്യ 6 മണിക്ക് മുമ്പ് ആന ഇവിടെ വരും. ഞങ്ങൾക്ക് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ പേടിച്ച് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് പിള്ളേരും എല്ലാവരും ഉള്ളതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഉറങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ പല പ്രാവശ്യം അധികാരികൾ പറഞ്ഞിട്ട് പോലും അവർക്ക് ഇതിനകത്തൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വരെ നിൽക്കുന്നത്. എറണാകുളം കോതമംഗലം കോട്ടപ്പടിയിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. സിജോ വർഗീസ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സിജോ, ഇത് കാട്ടാന ആക്രമണം സ്ഥിരമായുള്ള ഒരു പ്രദേശമാണോ? നാട്ടുകാർ നിരവധി തവണ പരാതി ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അധികൃതരുടെ ഭാഗത്ത് നിന്ന് അനക്കമൊന്നുമില്ലേ? എന്താണ് അവരുടെ പരാതി? അവരുടെ വാക്കുകളിൽ തന്നെ അത് പ്രകടമാണ്. കാരണം കാട്ടാനശല്യം അതിരൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണ്. പലതവണ കാട്ടാനശല്യത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന നിർദ്ദേശവും ആവശ്യവും എല്ലാം തന്നെ ഇവർ അധികൃതർക്ക് മുന്നിൽ വെച്ചിട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും ഫലപ്രാപ്തി എത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു പരാതി. ഒരൊറ്റയാന ഉൾപ്പെടെ 6 ആനകളാണ് കുറെ നാളായി ഈ മേഖലയിൽ തമ്പടിച്ചിട്ടുള്ളത്. പുലർച്ചെയാണ് ഈ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ എത്തുകയും ചെയ്തത്. വാവേലി സ്വദേശി അനീഷിന്റെ വീടിന്റെ ജനലുകൾ തകർക്കുകയും ചെയ്തു. അനീഷിന്റെ മാതാവ് മാത്രമായിരുന്നു ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. പിന്നീട് നാട്ടുകാർ ശബ്ദം കേട്ടപ്പോൾ എത്തി ആനയെ അവിടെ നിന്ന് തുരത്തുകയായിരുന്നു. ഈ പ്രദേശത്ത് വ്യാപകമായിട്ടുള്ള കൃഷിനാശവും ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും കാടിറങ്ങുന്ന കാട്ടാനക്കൂട്ടം അതിൽ ആനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുമ്പോൾ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയാണ്. എന്തായാലും ഈ ഫലപ്രദമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയെന്ന് അധികൃതർ പറയുന്നുണ്ട്. ഫെൻസിംഗ് സംവിധാനം കാര്യക്ഷമമല്ല. ട്രെഞ്ച് ഉൾപ്പെടെ, അതായത് കാട്ടാനശല്യം രൂക്ഷമായിട്ടുള്ള പ്രദേശങ്ങളിൽ ട്രെഞ്ച് സ്ഥാപിക്കണം, അതിനുള്ള അനുമതി സർക്കാർ നൽകണം എന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായും ഇവർ മുമ്പോട്ട് വെക്കുകയും ചെയ്യുന്നത്.